യെസ്, ക്യാൻ യു സീ ദി PDF കാണുന്നുണ്ടല്ലോ അല്ലേ? PDF കാണുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ് മായ, യെസ് ചിപ്പി, യെസ്. ഇന്ന് ക്ലാസ് കാണാൻ വന്നിട്ടുള്ളവരിൽ 3 വിഭാഗം ആൾക്കാരുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് വിഭാഗം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ യെസ്, ഫസ്റ്റത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ അവര് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, അത്യാവശ്യം അവര് ഡെയിലി പഠിക്കുന്നുണ്ട്, ക്ലാസ്സസ് ഒക്കെ പ്രോപ്പറായി കാണുന്നുണ്ട്, പരമാവധി സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അവരെല്ലാം അത് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാല് വലിയ ഫീസൊക്കെ കൊടുത്തു സ്റ്റാർട്ട് ചെയ്തു, കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ കൺസിസ്റ്റൻസി ഇല്ല, പകുതിക്ക് അങ്ങോട്ട് വെച്ച് നിന്നുപോയി. ഒരുപാട് ക്ലാസ്സസ് ഒക്കെ പെൻഡിങ് ആയി. കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതും ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി എനി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അങ്ങനെ കുറെ പേരുണ്ടാവും അല്ലെ, ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെ കുറെ പേരുണ്ടാവും. പിന്നൊരു വിഭാഗം എന്ന് പറഞ്ഞാല്, മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പഠിത്തമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഇതുവരെ പഠിത്തമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരട്ടെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമുക്ക് പഠിത്തം സ്റ്റാർട്ട് ചെയ്യാം, അതുവരെ ചുമ്മാ ഇങ്ങനെ നിൽക്കട്ടെ. PSCയുടെ സിലബസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ, മെയിൻസിന്റെ സിലബസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ, ഇനി മെയിൻസിന്റെ സിലബസ് ഒക്കെ വരട്ടെ അല്ലെ, മെയിൻസിന്റെ സിലബസ് ഒക്കെ വന്ന് നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഓക്കെ, സോ ഈ ഫസ്റ്റ് 2 കേസിലുള്ളവര്, ഫസ്റ്റത്തെ കേസിലുള്ളവരും മൂന്നാമത്തെ കേസിലുള്ളവരും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റത്തെ കേസ് ആയാലും സെക്കൻഡ് കേസ് ആയാലും അവരവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെ, ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നുകൊണ്ട് തന്നെ അവരവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നോട്ടിഫിക്കേഷൻ ഒക്കെ വരട്ടെ, ഞാൻ എല്ലാ വർഷവും പ്രിലിംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ പ്രിലിംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യും, മെയിൻസിന്റെ സിലബസ് വരട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. ഓക്കെ, നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എനിക്ക് ഇവിടെ കാണാം കേട്ടോ, നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ എന്റെ ഇന്നത്തെ പ്രൈമറി ഫോക്കസ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പേരാണ്, മൂന്നാമത്തെ പേരും രണ്ടാമത്തെ പേരും. ഫസ്റ്റ് കാറ്റഗറിയിലുള്ളവര് നിങ്ങൾ ഇപ്പൊ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. എന്നിരുന്നാലും നിങ്ങൾ പഠിക്കുന്നത് ശരിയാണോ, നിങ്ങൾ പഠിക്കുന്നത് തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ്? ഓക്കെ, നമുക്കറിയാം ഡിസംബർ ആണ് ഇപ്പോൾ അല്ലെ, ഡിസംബർ 2025 അവസാനമായി അല്ലെ, ഡിസംബർ ഇപ്പൊ കഴിയാനായി. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസംബർ 22-ന്, ഇന്ന് ഡിസംബർ 22 ഡിസംബർ 31 അല്ലെ, 30-31 നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെ. അതിന്റെ കൂടെ തന്നെ നമ്മൾ സിലബസും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇനി എത്ര കാലമുണ്ട് അല്ലെ, നമുക്ക് പ്രിലിംസ് എന്ന് പറഞ്ഞൊരു എക്സാം അടുത്ത വർഷം 2025 ഏപ്രിലും മെയിലുമായിട്ട് നടക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ, ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല. സോ യു ഹാവ് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. സോ യു ഹാവ് 3 months. ഓക്കെ, നിങ്ങൾക്ക് എക്സാക്ട്ലി 3 മാസമുണ്ട്. പ്ലസ് ഏപ്രിലിലെ ഏകദേശം ഒരു 10 ഒക്കെ കഴിയുമ്പോഴായിരിക്കും ഫസ്റ്റ് ഫേസ് എക്സാം നടക്കുക. ഉറപ്പില്ല, ഞാനൊരു കാര്യം പറയാണ്, ഇതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയേഴ്സ് 2 വർഷം 3 കഴിഞ്ഞ വർഷത്തെ ഒരു അപ്രോച്ച് വെച്ച് പറയാണ്. ഓക്കെ, എന്നിരുന്നാലും അപ്രോക്സിമേറ്റ്ലി യു ഹാവ് 100 days. ഓക്കെ, 100 ദിവസമുണ്ട്. യു ഹാവ് 100 days. ഈ 100 ദിവസം എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് സഫിഷ്യന്റ് ഫോർ യു ടു ക്ലിയർ ബോത്ത് പ്രിലിംസ് ആസ് വെൽ ആസ് മെയിൻസ്. ഓക്കെ, ഈ 100 ദിവസം നിങ്ങൾ പ്രോപ്പറായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവും, ഒരു സംശയവും വേണ്ട. കൺസിസ്റ്റന്റ് ആയിട്ട് പേഷ്യന്റ് കൺസിസ്റ്റൻസി 2 കീ വെച്ച് പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് സ്റ്റിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ട്രാക്ക് ഒന്നും വിട്ടിട്ടൊന്നുമില്ല, ഇതുവരെ പഠിപ്പ് തുടങ്ങാത്തവരും പഠിച്ച് തുടങ്ങി വിട്ടുപോയവരും. ഓക്കെ, സോ ഓൾറെഡി പറഞ്ഞു, ഇനി ഏകദേശം നമുക്കൊരു 100 ദിവസം കൂടിയുണ്ട് അല്ലെ. 100 ദിവസം, ഈ 100 ദിവസം തീരുമാനിക്കും അല്ലെ. നിങ്ങൾ ഇനി റാങ്ക് ലിസ്റ്റ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കും അല്ലെ, പഠിച്ചു കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ സങ്കടപ്പെട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ. ഏപ്രിൽ ആയിരിക്കും മിക്കവാറും ഫസ്റ്റ് ഫേസ്, മെയിലായിരിക്കും മിക്കവാറും സെക്കൻഡ് ആൻഡ് തേർഡ് ഫേസ്. ഓക്കെ, 3 ഫേസിലായിരിക്കും പ്രിലിംസ് എക്സാം നടക്കുക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷത്തെ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതുവരെ പ്രിപ്പറേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മായ. ഓക്കെ, ഇതുവരെ പ്രിപ്പറേഷൻ ഒന്നും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ
ഗിവ് പ്രയോറിറ്റൈസ്, സബ്ജക്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക. സബ്ജക്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നതിൽ നമുക്കറിയാം പ്രിലിംസിന്റെ സിലബസ് എല്ലാവർക്കും അറിയാം അല്ലെ. പ്രിലിംസിന്റെ സിലബസ് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, മെയിൻസിന്റെ സിലബസ് നമ്മുടെ അടുത്തില്ല, സത്യമാണ്. എന്നിരുന്നാലും നമുക്ക് LHCയുടെ ഏകദേശം പേപ്പറിന്റെ ആ ഒരു രീതിയൊക്കെ തന്നെ ആയിരിക്കും പേപ്പർ 1 ഒക്കെ വരിക. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു സാധനത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ അസംപ്ഷൻ ഒന്നും ചെയ്യണ്ട, അത് വരട്ടെ. അപ്പൊ നിങ്ങളുടെ പഠിത്തം ആദ്യം ഫസ്റ്റ് നിങ്ങൾ ഒരു സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ ഗിവ് ഇമ്പോർട്ടൻസ് ടു ദി സിലബസ് ദാറ്റ് കവേഴ്സ് ദ ബോത്ത് പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഓക്കെ, പ്രിലിംസിലും മെയിൻസിലും ഈക്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതാണോ അത് പഠിക്കുക. നിങ്ങളുടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ തട്ടിമുട്ടി പ്രിലിംസ് പാസ്സാവുന്നു. ഓക്കെ, പ്രിലിംസ് ഞാൻ തുറന്നു പറയാം, പ്രിലിംസ് പാസ്സാകാൻ അത്ര ഡെപ്ത് ആയിട്ടുള്ള നോളജ് ഒന്നും ആവശ്യമില്ല. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ്. ഓക്കെ, 50 മാർക്കോളം മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ആണ്. അപ്പൊ പ്രിലിംസ് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരുപാട് പേര് തട്ടിമുട്ടി അങ്ങടങ്ങ് പാസ്സാവും അല്ലെ. പക്ഷെ മെയിൻസ് വരുന്ന സമയത്ത് കിളി പോയി, എന്താണെന്നും അറിയില്ല, എന്താ ഇത് സംഭവം, എന്താ എക്സാം, എന്താ മെയിൻസ് എക്സാമിനേഷൻ കഴിഞ്ഞാല് എല്ലാവരും ഭയങ്കരമായിട്ട് ഇതായിരിക്കും, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻസിന്റെ പ്രിപ്പറേഷനും കൂടി പ്രിലിംസിലേക്ക് കൊണ്ടുവരണം. അതായത് നിങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിൽ പൊളിറ്റിയിലെ ഏതെങ്കിലും ഒരു സബ്ജക്ട് പഠിക്കുകയാണെങ്കിൽ ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ് എത്രത്തോളം നിങ്ങൾക്ക് ഡെപ്തിൽ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം ഡെപ്തിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, പ്രിലിംസിന് ഒരു പക്ഷെ നിങ്ങളോട് ചോദിക്കാൻ ഫണ്ടമെന്റൽ റൈറ്റ് ഏത് പാർട്ടാണ് അല്ലെ, അതിന് കൂടുതൽ അങ്ങോട്ട് ഡെപ്തിൽ അങ്ങ് പോകാറില്ല. പക്ഷെ മെയിൻസ് വരുന്ന സമയത്ത് നമ്മളൊക്കെ ഞെട്ടിപ്പോവും. അപ്പോ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോ അത് പ്രിലിംസും മെയിൻസിനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ദർ ഈസ് നോ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ. ഓക്കെ, നിങ്ങൾക്ക് മെയിൻസ് ക്ലിയർ ചെയ്യണമെങ്കിൽ, മെയിൻസ് ക്ലിയർ ചെയ്യണമെങ്കിൽ ദർ ഈസ് നോ സെപ്പറേറ്റ് പ്രിപ്പറേഷൻ. അത് തന്നെയാണ് പലരുടെയും റീസണും. പ്രിലിംസ് എല്ലാ വർഷവും ക്വാളിഫൈ ചെയ്യുന്നുണ്ട്, പക്ഷെ മെയിൻസ് കിട്ടുന്നില്ല. അതിന്റെ റീസൺ നിങ്ങൾ പഠിക്കുന്നതോ അല്ലെങ്കിൽ പഠിക്കുന്നതിൽ ഡെപ്ത്നെസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ ഞാൻ പറഞ്ഞു സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യുക അല്ലെ. സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യുക എന്താണ്? ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഭരണഘടന പഠിക്കാം അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിലിംസിൽ 5 മാർക്കാണ്, പ്രിലിംസിൽ 5 മാർക്കാണ്. അതേപോലെ നമ്മുടെ മെയിൻസിനും ഒരു 10 മാർക്കിനൊക്കെ ഭരണഘടന എന്തായാലും ഉണ്ടാവും, അത്ര ഇമ്പോർട്ടൻസ് ആണ്. സോ ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസിനും മെയിൻസിനും ഇമ്പോർട്ടന്റ് ആണ്. സോ ഗിവ് ഫസ്റ്റ് പ്രയോറിറ്റി ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, മെയിൻസ് ലെവൽ അല്ലേ. അതേപോലെ തന്നെ ഭരണഘടനയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് നിങ്ങൾക്ക് കോസ്റ്റ് ബെനിഫിറ്റ് ഉണ്ടോ, ഓക്കെ, നിങ്ങൾക്ക് കോസ്റ്റ് ബെനിഫിറ്റ് തരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് പഠിക്കുക. ചില സബ്ജക്റ്റുകൾ ഭയങ്കര വലിയ സിലബസ് ആണ്, അത് പഠിച്ചാൽ അതിന്റെ ബെനിഫിറ്റും കിട്ടില്ല അല്ലെ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഭരണഘടനയിലെ ഇപ്പോ അടുത്ത വർഷം പ്രിലിംസിനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ചെറിയ സിലബസ് ആണ് അല്ലെ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്, DPSP, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, പ്രിയാമ്പിൾ, ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ഉറപ്പല്ലേ? ഉറപ്പാണ്, നമുക്കറിയാം എല്ലാ വർഷവും ഉണ്ടാവും. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതും പ്രെഡിക്റ്റ് ചെയ്യാം അല്ലെ. അവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷണൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് അല്ലെ, ഉറപ്പല്ലേ. മൂന്നാമത്തെ എന്താണ്? പാർലമെന്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെ. പാർലമെന്റ്, ലോകസഭയോ രാജ്യസഭയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലോ അല്ലെ, പാർലമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റോ. അപ്പൊ ഇപ്പൊ ഞാൻ 5 ക്വസ്റ്റ്യനിൽ ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു ഭരണഘടനയിൽ അല്ലെ, ഇത് പ്രിലിംസിനാണ്. അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറയുന്നത്, സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്കിന്റെ കൂടെ നിങ്ങൾക്ക് സ്മാർട്ട് വർക്ക് കൂടി വേണം, അതർവൈസ് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. രണ്ടാമത് നിങ്ങൾക്ക് എന്താ, എക്കണോമിക്സ് എടുക്കാം. എക്കണോമിക്സ് സീംസ് ടു ബി വെരി ഡിഫിക്കൽട്ട്, ബട്ട് ആക്ച്വലി പ്രിലിംസിൽ 5 മാർക്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ നമുക്ക് വീണ്ടും പ്രെഡിക്റ്റ് ചെയ്യാം. ഏതൊക്കെ? ഒന്ന് പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്. പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് ഒരു ക്വസ്റ്റ്യൻ. 5 ഇയർ പ്ലാൻ, യെസ് മായ, 5 ഇയർ പ്ലാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ എക്കണോമിക്സിൽ. റിപ്പോ റേറ്റുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ, റിപ്പോ റേറ്റിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഇപ്പൊ കയറി വരുന്നുണ്ട് അല്ലെ. അത് എങ്ങനെ, എത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഉണ്ട് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റിപ്പോ റേറ്റിന്റെ ക്വസ്റ്റ്യന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ RBI റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെ, ഗ്രീൻ റെവല്യൂഷന് അല്ലെ. 5-ൽ 3 ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പം തന്നെ പ്രെഡിക്റ്റ് ചെയ്തു. സോ ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ്, ഇത് ഞാൻ എങ്ങനെ ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? എനിക്ക് മഹാത്ഭുതമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. I predict only on the basis of the PYQ.
ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസിസ് ചെയ്ത് മാത്രമാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഹിസ്റ്ററിയിൽ നമുക്ക് 10 മാർക്കാണ് അല്ലെ. അടുത്ത നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാം. ഓക്കെ, ഹിസ്റ്ററിയിൽ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ കേരള ഹിസ്റ്ററിയിൽ നമുക്ക് വീണ്ടും പ്രെഡിക്റ്റ് ചെയ്യാം ക്വസ്റ്റ്യൻസ് അല്ലെ. ഒന്ന്, യൂറോപ്യൻസിന്റെ ആഗമനം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പാ, യൂറോപ്യൻസിന്റെ ആഗമനം. രണ്ടാമത്തെ എന്താണ്? മാർത്താണ്ഡവർമ്മ, തിരുവിതാംകൂർ രാജാക്കന്മാര്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഇപ്പൊ പ്രെഡിക്റ്റ് ചെയ്തു. മോഡേൺ ഹിസ്റ്ററിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. മോഡേൺ ഹിസ്റ്ററിയിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ, INC അല്ലെ, സ്വദേശി മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അല്ലെ, അങ്ങനെയൊക്കെയുള്ള മോഡേൺ ഹിസ്റ്ററിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹിസ്റ്ററിയിൽ നമുക്ക് പ്രഡിക്ഷൻ ഈസ് പോസിബിൾ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സിവിക്സ് പഠിക്കാം, ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെ. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സിലബസ് എന്ന് പറഞ്ഞാൽ വലിയ സിലബസ് ആണ്, ഒരു പേജ് ഉണ്ട് സിലബസ്. പക്ഷെ നിങ്ങൾ പൊളിറ്റിന്റെയും എക്കണോമിക്സിന്റെയും സിലബസ് നോക്കിയേ, ഇറ്റ്സ് വെരി ലിറ്റിൽ അല്ലെ. കോസ്റ്റ് ബെനിഫിറ്റ് ഓൾസോ ഇവരെ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് പഠിച്ചതിന് ശേഷം സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് പോവാം. സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, യു ഹാവ് ടു സ്റ്റഡി. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ വർഷം കഴിയുന്തോറും വേൾഡ് ഹിസ്റ്ററി, അതായത് വേൾഡ് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാലോ അല്ലെ. ഡാർക്ക് ഹോഴ്സ് റൈഡർ, വേൾഡ് ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് കമന്റ്. ഓക്കെ, ഇപ്പൊ ലൈവ് കാണുന്നവരൊന്ന് കമന്റ് ചെയ്യും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു ക്വസ്റ്റ്യൻ, വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് റവല്യൂഷൻ, യെസ്, ഫ്രഞ്ച് റവല്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ശരിയാണ്. അഭിജിത്ത് പി അനിൽ എ, ഫ്രഞ്ച് റവല്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം അല്ലെ. അമേരിക്കൻ റവല്യൂഷൻ അല്ലെ. അങ്ങനെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഡാർക്ക് ഹോഴ്സ് റൈഡർ, റൈറ്റ്. സോ ആ രീതിയിൽ നിങ്ങളുടെ പ്രിലിംസിന്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോവാ. സബ്ജക്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക. മാച്ച് ദി ഫോളോവിങ് ഇയർ ഉണ്ടാവും അല്ലെ. യെസ്, സയൻസ് ആൻഡ് ടെക്നോളജി പഠിക്കണ്ട എന്നല്ല, ബട്ട് ഗിവ് സബ്ജക്റ്റ് പ്രയോറിറ്റൈസേഷൻ. ഓക്കെ, ഒരുപാട് സബ്ജക്ട്, ഒരുപാട് വലിയ സിലബസ് ആണ്, പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടണമെന്നില്ല. ബട്ട് ചെറിയ സിലബസ് ആണ്, പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പാണ്. അപ്പൊ ഏതാണ് നമ്മൾ ചൂസ് ചെയ്യുക? പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പായിട്ടുള്ളതല്ലേ ചൂസ് ചെയ്യുക. പവർ റൈഡർ, UNO, യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അല്ലെ, അവരുടെ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. യെസ്, LSTS മീൻസ് ടഫ് അല്ല. LSTS മീൻസ് ടഫ് അല്ല എന്നാണ് പറഞ്ഞത്. ആൻഷ്യന്റ് ഹിസ്റ്ററി, ആർട്ട് ആൻഡ് കൾച്ചർ ഡ്യൂറിംഗ് മുഗൾ. ഓക്കെ, സിവിക്സ് പഠിക്കാം. ജോഗ്രഫി എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് എന്ന് ഞാൻ പറയില്ല, ബട്ട് ഇറ്റ് ഈസ് വെരി അൺകൺവെൻഷണൽ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, നമുക്ക് തന്നെ അറിയുന്നില്ല ഇത് എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ജോഗ്രഫി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പഠിക്കാൻ ഒരു ഐഡിയ ഇല്ലാത്തത് വരുന്നത് CA ആണ്, കറണ്ട് അഫയേഴ്സ് ആണ് അല്ലെ, മായ. അപ്പൊ ജോഗ്രഫി നിങ്ങളോട് പഠിക്കേണ്ട എന്നെല്ലാം പറയുന്നത്, ബട്ട് ഇറ്റ്സ് വെരി അൺകൺവെൻഷണൽ. ഏത് ഭാഗത്തു നിന്നാണ് അല്ലെ. മാപ്പിന്റെ ടോപ്പോഗ്രഫി ഒക്കെ ചോദിച്ചു, ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അല്ലെ? നദിയെ കുറിച്ച് ചോദിച്ചു അല്ലെ കഴിഞ്ഞ മെയിൻസിൽ അല്ലെ. ഇപ്പൊ ജോഗ്രഫി ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. ബട്ട് ജോഗ്രഫിയിൽ നിങ്ങളിപ്പോ എന്താ പറഞ്ഞാല് നല്ല രീതിയിൽ നിങ്ങൾ +1 +2 ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കാം. ഓക്കെ, ബട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുട്ടികളുമായിട്ട് ഡിസ്കസ് ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് ഇറ്റ് ഈസ് വെരി അൺകൺവെൻഷണൽ ആൻഡ് വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, ഉത്തരത്തിലേക്ക് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ സബ്ജക്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യുക, ദാറ്റ്സ് യുവർ ഫസ്റ്റ് തിങ്. അതിനുശേഷം നിങ്ങൾ ഇപ്പോഴത്തുള്ള ഒരു ഇത് നോക്കിയേ, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് അല്ലെ, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, മലയാളം. 20, 20, 10 അല്ലെ. 20, 20, 10 50 മാർക്കാണ്. ഇഫ് യു വാണ്ട് ടു ക്ലിയർ ദി പ്രിലിംസ്, നിങ്ങൾ 30 മാർക്ക് മിനിമം നിങ്ങൾക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ റേസ്. നിങ്ങൾ ഇനി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം, മാത്സിൽ പ്രോപ്പർ ആയിട്ട് 30 മാർക്ക് പോലും നിങ്ങൾക്ക് നേടാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ റേസ്. ഞാൻ പറയുന്നത് പലരും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതുവരെ പ്രിലിംസ് എക്സാം എഴുതാത്തവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രിലിംസ് എക്സാം എഴുതാത്തവർ ലൈവോ റെക്കോർഡിങ്സോ ഇത് ഫ്യൂച്ചറിൽ കേൾക്കുകയാണെങ്കിൽ, എല്ലാ വർഷവും പ്രിലിംസ് ട്രാക്ക് ചെയ്യുന്നതിന് മെയിൻ റീസൺ ഇതാണ്. ഓക്കെ, ഇതാണ് കുട്ടൻസ്.
മനസ്സിലായോ? 50 മാർക്കോളം ഇതാണ്. ഈ 50 നിങ്ങൾക്ക് ഒരു 35 നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസ് ഇവഞ്ച്വലി നിങ്ങൾ പാസ്സാവും. ബാക്കിയുള്ള GK പാർട്ടൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരേപോലെ കിട്ടും. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. പ്രിലിംസിന് മാത്രമല്ല മെയിൻസിനും 30 മാർക്കിന് ഉണ്ടാവും അല്ലെ? അപ്പൊ പ്രിലിംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉറപ്പ്. അത് തന്നെയാണ് അതിന്റെ മെയിൻ റീസണും. പ്രിലിംസ് എല്ലാ വർഷവും ക്രാക്ക് ചെയ്യുന്നവര് മെയിൻസ് ക്രാക്ക് ചെയ്യുന്നില്ല. അതാണ് അതിന്റെ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ദ പേഴ്സൺസ് പ്രിലിംസ് എപ്പോഴും ക്രാക്ക് ചെയ്യുന്നവരിൽ കൂടുതലുള്ളവരും എന്താ ഈ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 50 നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 50 40 വാങ്ങിക്കുന്നവരുണ്ട് മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ഓക്കെ, അതിൽ പുലികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. 45 മാർക്ക് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ കോമ്പീറ്റ് ചെയ്ത് തോൽപ്പിക്കണം. എഗെയിൻ ഞാൻ പറയാണ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സിൽ നിങ്ങൾക്ക് 30 മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ദ റേസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ സബ്ജക്റ്റ് പ്രയോറിറ്റൈസേഷൻ ചെയ്യുക, ഫസ്റ്റ് കാര്യം. ഓക്കെ, സ്മാർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളെ ദിവസം നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? പ്രിലിംസിന് മായ പറഞ്ഞ പോലെ നമുക്കറിയാം, നമുക്കൊരു എക്സാം എഴുതുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും പ്രിലിംസ് നമുക്ക് ഇനിയിപ്പോ അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും സബ് ഇൻസ്പെക്ടർ ഒക്കെ ആണെങ്കിലും സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ കഴിഞ്ഞ പ്രിലിംസിനേക്കാൾ ഒരു 2-3 മാർക്ക് കൂടാനേ സാധ്യതയുള്ളൂ. ഓക്കെ, നമുക്കെപ്പോഴും ഒരു 60 മാർക്കിന്റെ അടുത്ത് നമുക്ക് പ്രിലിംസിൽ സ്കോർ ചെയ്യാൻ പറ്റിയാൽ പിന്നെ നമുക്ക് പേടിക്കാതെ എന്താണ് മെയിൻസിനെ പ്രിപ്പയർ ചെയ്യാം. ഇല്ലെങ്കിൽ എന്തായോ എനിക്ക് 50 മാർക്കുണ്ട്, 52 മാർക്കുണ്ട്, എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഞാനിത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് മെയിൻസിന് എങ്ങനെയാണ് ആവറേജ് വന്നിരിക്കുന്ന കട്ട് ഓഫ്? മായ ഓക്കെ പറയാം. ഓക്കെ, അതിനുമുമ്പ് നമുക്ക് നമ്മുടെ ടോപ്പിക് വേഗം സ്പീഡിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ, വാട്ട്സ് അബൌട്ട് യുവർ ഡെയിലി ടൈം ടേബിൾ? ഞാൻ എപ്പോഴും പറയും, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലീഷും മലയാളം മാത്സ് MEM അല്ലെ, 50 മാർക്സ് ഫോർ പ്രിലിംസ് ആൻഡ് 30 മാർക്സ് ഫോർ മെയിൻസ് അല്ലെ. അപ്പോ നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷും മലയാളവും മാത്സും, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു 10 ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ 3 ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, തിങ്കളാഴ്ച നിങ്ങളുടെ ടൈം ടേബിൾ ഞാൻ ഇന്ന് ഇംഗ്ലീഷ്, ഓക്കെ കുറച്ച് മലയാളം, ഓക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ട് പഠിച്ചാൽ മതി. ചൊവ്വാഴ്ച മാത്സ്, ബുധനാഴ്ച ഇംഗ്ലീഷ്, മാത്സ്, അല്ലെങ്കിൽ ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഇവിടെ പറയാൻ വന്നത്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ് നിങ്ങൾ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ അതിൽ സ്റ്റാർട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. എന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് പഠിക്കുക. വിച്ച് മീൻസ് നിങ്ങൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. ഓക്കെ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് എടുത്ത് പഠിക്കുക. ഫോർ എക്സാമ്പിൾ മലയാളം നിങ്ങൾ ചെയ്തു. ഓക്കെ, മലയാളം 10 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് 10 ചെയ്തു. അതിൽ ഒറ്റപ്പദം. ആ ഒറ്റപ്പദം നിങ്ങൾ ആ ദിവസം പഠിക്കുക. അല്ലെ, വിപരീത പദം അല്ലെ, അങ്ങനെ ഒരു സ്പെസിഫിക് ടോപ്പിക് എടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മതി. ഇംഗ്ലീഷും അല്ലെ, ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ച 1 മാർക്ക് ഉറപ്പാ. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ അല്ലെ, ടെൻസസ് പഠിച്ചാൽ 2 മാർക്ക് കിട്ടും അല്ലെ. ആർട്ടിക്കിൾസ് അങ്ങനെ പഠിച്ചാൽ ഉറപ്പായിട്ട് മാർക്ക് കിട്ടും എന്നുള്ളത് ഇംഗ്ലീഷിലും അത് ഇതാണ്. ഓക്കെയാണ്. ഓക്കെ, 20 മാർക്കിൽ എന്തായാലും കിട്ടും. അങ്ങനെ സ്പെസിഫിക് ടോപ്പിക് വെച്ചിട്ട് ഇതിനും പഠിക്കുക. ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മലയാളം. മാത്സ് ഒക്കെ നിങ്ങൾ കുറെ നോട്ട് എഴുതിയിട്ടും അല്ലെ കുറെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. മാത്സ് ഒക്കെ നിങ്ങൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ചെയ്യുക, തുര എന്ന് പറഞ്ഞ് ചെയ്യുക, കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ചെയ്യുക. അല്ലാതെ മാത്സിനൊന്നും ഇത്ര അട്ടിക്ക് നിങ്ങൾ നോട്ടൊന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ആക്റ്റീവ് പാസീവ് വോയിസ്, പവർ ഗ്രൂപ്പർ, ശരിയാണ്. ആക്റ്റീവ് പാസീവ് വോയിസ് പഠിച്ച 1 മാർക്ക് ഉറപ്പാ അല്ലെ. മലയാളത്തിന് നമുക്ക് ഉറപ്പല്ലേ? മലയാളത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇംഗ്ലീഷും മലയാളം മാത്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ മാത്സ് ചില സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും. ചില ഡിഗ്രി ലെവൽ പ്രിലിംസിലൊക്കെ മാത്സ് ഭയങ്കരമായിട്ട് SSC ലെവലായിട്ടൊക്കെ കയറി കളയും. ഇംഗ്ലീഷും അതേപോലെ തന്നെ ചില സമയത്ത് ഭയങ്കരമായിട്ട് ലെങ്തി ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയി കളയും. എന്നിരുന്നാലും ഇൻ ഓൾ കേസ് ഇംഗ്ലീഷും മലയാളം മാത്സ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ പഠിക്കുകയാണെങ്കിൽ ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല അബവ് ആവറേജ് ആയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ ദിവസം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇനി നിങ്ങളൊരു ടോപ്പിക് എടുത്തു. ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് സബ്ജക്ട് എടുത്തു. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ നീതി ആയോഗാണ്, അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മീഷൻ ആണ്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം ആണോ, അല്ലെങ്കിൽ GDP ആണ് അല്ലെ.
ഫസ്റ്റ് നിങ്ങളുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഡിഗ്രി പ്രിലിംസും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ചെയ്യരുത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യേണ്ട, കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ. ജസ്റ്റ് നോക്കുക. നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഈ കമ്പൈലൊക്കെ ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, കമ്പൈലൊക്കെ ചെയ്തിട്ട് സബ്ജക്ട് വൈസ് ആക്കിയിട്ട് ഒരുപാട് ചാനൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്കണോമിക്സിന്റെ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ, പൊളിറ്റിക് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ, സിവിക്സിന്റെ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ അല്ലെ, അത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ ടോപ്പിക്ക് പഠിക്കുക. ഓക്കെ, നീതി ആയോഗ് പഠിക്കുക, നാഷണൽ ഇൻകം പഠിക്കുക, GDP പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. PSC ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അപ്പൊ അതേ രീതിയിലായിരിക്കണം ഞാൻ എന്റെ പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, റൈറ്റ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴാ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് എപ്പോഴാ ചെയ്യേണ്ടെന്ന കാര്യം കൂടി ഞാൻ പറയാം. ദിവസം 2 സബ്ജക്ട് പഠിക്കുക. ഓക്കെ, കവർ ദ ടോപ്പിക് ഡീപ്ലി. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മെയിൻസ് ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ സിവിൽ സർവീസസ് ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്ന പോലെ തന്നെ പഠിക്കണം. നമ്മൾ 1 മണിക്കൂർ എക്കണോമിക്സ് പഠിച്ചു, 1 മണിക്കൂർ പൊളിറ്റി പഠിച്ചു, 1 മണിക്കൂർ സിവിക്സ് പഠിച്ചു, 1 മണിക്കൂർ ജിയോഗ്രഫി പഠിച്ചു, അങ്ങനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. പണ്ടാണെങ്കിൽ ഓക്കെ, ഓൾഡ് സ്കൂൾ ഓഫ് PSC നിങ്ങൾ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉള്ള കാലത്തിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഒരു ദിവസം നിങ്ങൾ പൊളിറ്റി എടുക്കുക. ഓക്കെ, പൊളിറ്റിയിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. സിലബസ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. കളർ വേണ്ടിട്ടെ, കറുപ്പെടുക്കാം. ഓക്കെ, സിലബസ് പഠിക്കുക. ഓക്കെ, എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. പതുക്കെ അത് കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഒറ്റ സബ്ജക്ട് മാത്രം എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ബോർ അടിക്കും. അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സിവിക്സ് അല്ലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എടുക്കുക, അതും കൂടി കുറച്ച് പഠിക്കുക. എന്നിട്ട് ഈ 2 സബ്ജക്റ്റിന്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. അതായിരിക്കും നല്ലത്. ഓക്കെ, അല്ലാതെ ഒരു ദിവസം തന്നെ 4-5 സബ്ജക്റ്റ് ഒന്നും പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നടക്കാത്ത പരിപാടിയാണ്. അതെ, ഡീപ്പായിട്ടൊക്കെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ദിവസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി മേക്ക് യുവർ ഓൺ ടൈം ടേബിൾ. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് യു ഹാവ് ടു മേക്ക് യുവർ ഓൺ ടൈം ടേബിൾ റൈറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഓക്കെ, ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, സോ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ദിവസം മിനിമം ഒരു 4-5 മണിക്കൂർ നിങ്ങൾ, ഓക്കെ 4 മണിക്കൂർ എന്നായിരുന്നു ഞാൻ ഇത്രയും കാലം പറഞ്ഞത്, പക്ഷേ ജാനുവരി മുതൽ നിങ്ങൾ 5 മണിക്കൂറെങ്കിലും മിനിമം പഠിക്കണം. ഓക്കെ, ആരോ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് 1 മണിക്കൂർ പഠിച്ചാൽ മതിയോ? 1 മണിക്കൂർ ഈ പറഞ്ഞ പോലെ LKG കുട്ടികൾ പോലും 1 മണിക്കൂറിന് കൂടുതൽ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പോ മിനിമം 5 മണിക്കൂറെങ്കിലും പഠിക്കണം. എനിക്കറിയാം ഒരുപാട് പേർക്ക് വർക്ക് ഉണ്ട്, ഒരുപാട് പേർക്ക് ഈ പറഞ്ഞ പോലെ ദേ ആർ ബിസി അപ്പോൺ ദെയർ ഓൺ ലൈഫ്. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾ മിനിമം 5 മണിക്കൂറൊക്കെ പഠിക്കണം. അല്ലാതെ 1-2 മണിക്കൂറൊന്നും പഠിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല. സോ യു ഹാവ് ടു ഫൈൻഡ് ദ ടൈം. ഇനി ഓക്കെ, നിങ്ങൾ UPSCയുടെയും അത് ഞാൻ പറയാം. ഇനി നിങ്ങൾ പഠിക്കുന്നതില് നിങ്ങൾ പഠിക്കുന്ന അപ്രോച്ച് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ ശരിയാണോ? ഹൗ ടു അനലൈസ് അല്ലെ, നിങ്ങൾക്ക് സ്വന്തമായി ചെക്ക് ചെയ്യാൻ പറ്റുമോ യു ആർ ഓൺ ദ റൈറ്റ് പാത്ത് അല്ലെ. നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ഒരാളാണ്, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇല്ല. ഓക്കെ, സെൽഫായിട്ട് പഠിക്കുന്ന ഒരാളാണ്. ഓക്കെ, യോബ്സ് ചാരു, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാരു. ഓക്കെ, 10th പ്രിലിംസും മെയിൻസ് ഒക്കെ കിട്ടണമെങ്കിൽ LSGSന്റെ സോഴ്സ് ഇടാത്തതിന്റെ മെയിൻ കാരണം അതിന്റെ ഫൈനൽ ആൻസർ കീ വരാത്തോണ്ടാണ്. ഓക്കെ, വി ആർ വെയിറ്റിംഗ് ഫോർ ഫൈനൽ ആൻസർ കീ. അതെന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്? മേ ബി 2 ആൻസർ കീ ഉള്ളത് കൊണ്ടായിരിക്കാം. യോബ്സ് ചാരു, 10th പ്രിലിംസും മെയിൻസ് ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ 10th ലെവലിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വന്നത്. ചില ഫേസിൽ ഓക്കെ സാധാരണ വരുന്ന പോലെ വന്നു, പക്ഷെ ചില ഫേസിൽ എക്സാക്ട്ലി ഡിഗ്രി പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിന്റെ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ എക്സാക്ട്ലി ഗൂഗിളിലിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത പോലെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, മേ ബി ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 10th ലെവൽ പ്രിപ്പറേഷൻ ആണെങ്കിലും 12th ലെവൽ പ്രിപ്പറേഷൻ ആണെങ്കിലും ഈ ഡിഗ്രി ലെവലിൽ ഇപ്പം കണ്ടുവരുന്ന മാറ്റങ്ങൾ തീർച്ചയായും 10th-ലും 12th-ലും കാണും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്യണം. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാല് ക്വസ്റ്റ്യൻ ഇടുന്നവരുണ്ടല്ലോ അവരിൽ ഒരു മാറ്റം കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാലം ക്വസ്റ്റ്യൻ ഇട്ട പോലെയല്ല കഴിഞ്ഞ കുറച്ച് മെയിൻസ്, ഫോർ എക്സാമ്പിൾ കേരള ബാങ്കിന്റെ മെയിൻസ്
സബ് ഇൻസ്പെക്ടറുടെ മെയിൻസ്, ഓക്കെ, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് ഓർഗനൈസർ LSTS. ഈ 4 ക്വസ്റ്റ്യൻ പേപ്പറും ഇട്ടത് പഴയ ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ല, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരല്ല. ചുരുക്കി പറഞ്ഞാൽ ദർ ഈസ് എ ചേഞ്ച് ഇൻ എക്സാമിനേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ചേഞ്ച് എന്താണ്? ഇവഞ്ച്വലി 10th-ലും 12th-ലും നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് 10th-ലും 12th-ലും കാണാൻ പറ്റിയില്ല കഴിഞ്ഞത്. അതെന്തുകൊണ്ടാണ്? ആ ക്വസ്റ്റ്യൻസ് കുറച്ച് മുമ്പേ ഇട്ട് വെച്ചതാണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് കറക്റ്റ് എക്സാക്ട്ലി അത് കാണാൻ പറ്റാത്തത്. അടുത്ത വരുന്ന 10th-ലും 12th-ലും ഒക്കെ നമുക്ക് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിൽ കൂടുന്നത് കാണാം. ചില ഫേസിൽ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഈസി ആവുന്നതും കാണാം. അത് PSCയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. യോബ് സ്റ്റാറോസ് 70 മാർക്സ്, റൈറ്റ്. സോ നിങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥ പാത്തിൽ, അല്ലെ, നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്നതിൽ എന്തെങ്കിലും ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അവിടെ ചെയ്യരുത്. ഓക്കെ, നിങ്ങളൊരു ടോപ്പിക് പഠിച്ചു, ഓക്കെ, നാഷണൽ ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള GDP, GNP ഫാക്ടർ കോസ്റ്റ്, അതൊക്കെ പഠിച്ചു അല്ലെ. അതിനുശേഷം കേരള PSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ചെയ്യുക വിത്ത് UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഡിഗ്രി ലെവലിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് UPSCയുടെ പ്രിലിമിനറി എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാം. അതിലൊന്നും യാതൊരുവിധ കുഴപ്പവും ഇല്ല. ഓക്കെ, ദെൻ UPSCയുടെ PYക്കും കൂടി ചെയ്യുക. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ പഠിക്കുന്നതിൽ കറക്റ്റ് ആണ്, നിങ്ങൾ പഠിക്കുന്നത് ശരിയാണ്, നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം. നിങ്ങൾ പഠിച്ച ടോപ്പിക് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് റോങ്, വിച്ച് മീൻസ് നിങ്ങളുടെ പഠിത്തത്തിൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്, യു ഹാവ് ടു ഗോ ബാക്ക്, സ്റ്റഡി ദ ടോപ്പിക് അഗൈൻ ആൻഡ് ദെൻ കം ബാക്ക് അഗൈൻ. ഓക്കെ, മനസ്സിലായോ? ഞാൻ പറയുന്നത് മനസ്സിലായോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യു ഹാവ് ടു കം ബാക്ക് അഗൈൻ, അതർവൈസ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ഇങ്ങനെയാണ് നിങ്ങൾ സ്വന്തമായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ ചെയ്യേണ്ടത്. പിന്നെ അറ്റംപ്റ്റ് ലോട്ട് ഓഫ് മോഡൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അറ്റൻഡ് ചെയ്യാം. റിയൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രിലിംസിന്റെ ഒക്കെ 1 മണിക്കൂർ 5 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം. ശരിക്കും PSC എക്സാമിന്റെ ആ പ്രഷറിലും അല്ലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ചെറിയ പൈസക്ക് ഒരു 300-400 ഒരു ടെസ്റ്റ് സീരീസ്, ഞാൻ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് പ്രൊമോട്ട് ചെയ്യുകയല്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വേണമെങ്കിലും ചേരാം. ഒരു കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അല്ലെ, നിങ്ങൾ പഠിക്കുന്നത് ശരിയാണോ, പഠിച്ച ടോപ്പിക് ശരിയാണോ, എന്റെ ലോജിക്കൽ എലിമിനേഷൻ ശരിയാവുന്നുണ്ടോ, അല്ലെ, ഞാൻ എലിമിനേഷൻ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ഓക്കെ, മേക്ക് ഷുവർ ഓഫ് ദ ക്വാളിറ്റിയും കൂടി മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, ഇപ്പൊ റിയൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ടൈം ടേബിൾ പറഞ്ഞു. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ, നിങ്ങൾക്ക് എങ്ങനെ സ്വയം അനലൈസ് ചെയ്യാം അതും ഞാൻ പറഞ്ഞു. നിങ്ങൾ സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്യണം, അതിന് ഇംഗ്ലീഷ്, മലയാളം, മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ. ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ബേസിക്കലി യോബ് സ്റ്റാറോ, ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് ചെക്കിങ് യുവർ മെമ്മറി പവർ. ഓക്കെ, നിങ്ങൾ കാണാപ്പാഠം പഠിച്ച ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. PSC എക്സാം, നമ്മുടെ PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാം എല്ലാം ലോജിക്കലായി, എല്ലാം അതായി അതൊന്നും പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല. എല്ലാ എക്സാമിനും നിങ്ങളുടെ മെമ്മറി പവർ ചെക്ക് ചെയ്യും. ഓക്കെ, നിങ്ങൾ കാണാപ്പാഠം പഠിച്ച ചില കാര്യങ്ങൾ എക്സാമിന് ചെക്ക് ചെയ്യും. നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് അല്ലെ, നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്, ക്രിട്ടിക്കൽ എബിലിറ്റി ഒക്കെ എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് അതും എക്സാമിന് ചെക്ക് ചെയ്യും. അതിന് കുറെ പേർക്ക് ബേബീസ് എന്ത് പറയും, അതിന് എലിമിനേഷൻ എന്ന് പറയും അല്ലെ. ചില ബേബീസ് അതിന് എലിമിനേഷൻ എന്ന് പറയും അല്ലെ. ഒന്നും അറിയാതെ പോയിട്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു എലിമിനേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഇറ്റ് ഡസന്റ് ഹാവ് ദ ബേസിക് ആയിട്ടുള്ള നോളജ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കറണ്ട് നോളജ്, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, സോ കാണാപ്പാഠം പഠിച്ചിട്ട് നമുക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ വെച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്മെന്റ് എലിമിനേഷൻ ചെയ്ത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എക്സാം എന്ന് പറയുന്നത്. റൈറ്റ്. സോ ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ.
നോക്കുക. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു, ഇവിടെ ആൻസർ ഞാൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാക്ട്ലി കിട്ടും. ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് റിലേറ്റഡ് ടു എന്താണ്? ഇതൊരു ഫാക്ട് ആണ് അല്ലെ? ഇതൊരു കാണാപ്പാഠം പഠിച്ച് നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ മെയിൻസിൽ ചോദിച്ചതാണ്. ഓക്കെ അല്ലെ? ഓപ്പറേഷൻ ഫ്ലഡ് എന്നുള്ളത് അല്ലെ? അതിന് കോൺസെപ്റ്റ് ഒന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാൽ അതൊരു മിൽക്ക് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലെ? അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ നോക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ മെയിൻസ് നിർത്തിയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. ഡാഷ് ഈസ് ദി മാക്സിമം ലിമിറ്റ് ഓഫ് GST റേറ്റ് സെറ്റ് ബൈ GST കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയണോ? ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് അറിയണോ? ഇല്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള GST സ്ലാബ് ഉണ്ടല്ലോ, 4 സ്ലാബ്. ആ സ്ലാബ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാപ്പാഠം പഠിച്ച ഒരു സാധനം നിങ്ങൾ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. പറഞ്ഞു വന്നത് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈസ് ചെക്കിംഗ് യുവർ ഫാക്ട്. ഹരികൃഷ്ണൻ ഫാക്ട്. ഹരികൃഷ്ണൻ നമ്മുടെ പെയ്ഡ് ബാച്ചിലുള്ള സ്റ്റുഡന്റ് അല്ലെ? ഓക്കെ. സോ ഫാക്ട് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഫാക്ച്വൽ ക്വസ്റ്റ്യൻ, കാണാപ്പാഠം പഠിച്ച സാധനം. മെമ്മറി പവർ, നിങ്ങളുടെ മെമ്മറി പവർ ചെക്ക് ചെയ്യുന്നു അല്ലെ? നിങ്ങൾ ഈ സാധനമൊക്കെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. GST കൗൺസിൽ ഇത്ര സ്ലാബ് ഉണ്ട് അല്ലെ, പുതിയ സ്ലാബ് വന്ന്. പക്ഷെ നിങ്ങളുടെ മെമ്മറി പവർ നിങ്ങൾക്ക് അത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. മിക്ക ആൾക്കാരും 18 കുത്തിയിട്ടുണ്ടാവുക അല്ലെ? ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്താണ്? കോൺസെപ്റ്റ്വൽ ക്വസ്റ്റ്യൻ അല്ലെ? കോൺസെപ്റ്റ്. നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കിട്ടില്ല. അതിനൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. എന്താണത്? അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് യു മീൻ ബൈ മാർക്കറ്റ് സോഷ്യലിസം അല്ലെ? മാർക്കറ്റ് സോഷ്യലിസം എന്താണ്? മാർക്കറ്റ് സോഷ്യലിസം എന്നുള്ള ടേമിനെ കുറിച്ച് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദിസ് മാർക്കറ്റ് സോഷ്യലിസം. എന്നാലേ നിങ്ങൾക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ? മാർക്കറ്റ് സോഷ്യലിസം എന്താണ്? ഓപ്പൺ ഡോർ പോളിസി എന്താണ് അല്ലെ? ക്ലോസ്ഡ് ഡോർ പോളിസി എന്താണ്? ബ്ലാ 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 അതൊക്കെ പഠിച്ചാലേ നിങ്ങൾക്ക് ഇതിലെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അല്ലെ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. റിപ്പോ റേറ്റ് അല്ലെ? റിപ്പോ റേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്തു? കാണാപ്പാഠം പഠിച്ചു. റിപ്പോ റേറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ദി RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദ റേറ്റ് ഓഫ് ദി 2 month എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചു അല്ലെ? അങ്ങനെ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാൻ പറ്റില്ല. ദിസ് ഈസ് എ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ. ഓക്കെ. റിപ്പോ റേറ്റ് എന്താണ് അത് മനസ്സിലാക്കണം. റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ എക്കണമിയിൽ എന്ത് സംഭവിക്കും? കോൺസെപ്ച്വൽ ക്ലിയറൻസ് ഉണ്ടാവണം. ഓക്കെ. സോ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി പവർ, കാണാപ്പാഠം പഠിച്ച സാധനങ്ങളും ടെസ്റ്റ് ചെയ്യും, കോൺസെപ്ച്വലും ടെസ്റ്റ് ചെയ്യും. ഈ കോൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് ചില സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റായിട്ട് കിട്ടും. ഓക്കെ. ഇതിലെന്താണ്? റിപ്പോ റേറ്റ് ഈസ് യൂഷ്വലി ലോവേർഡ് ദൻ ദി റിവേഴ്സ് റിപ്പോ റേറ്റ് അല്ലെ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ദ മീനിങ് ഓഫ് ദ ടേം റിപ്പോ റേറ്റ് ഈസ് റീപർച്ചേസ് ഓപ്ഷൻ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ടു റിസർവ് ബാങ്ക്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും തേർഡ് സ്റ്റേറ്റ്മെന്റും ഒപ്പരം വരൂല, കാരണം അത് കോംപ്ലിമെന്ററി ആണ് അല്ലെ? രണ്ടും ഒരേപോലെ ഇല്ലേ? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇറ്റ്സ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ടു റിസർവ് ബാങ്ക് അല്ലെ? തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്രൊവൈഡഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ടു ബാങ്ക് അല്ലെ? അപ്പൊ 1, 3 ഒപ്പരം വരൂല. 1, 3 ഒപ്പരം വരുന്നൊക്കെ കുതിക്കോ. പോയി. ഓക്കെ. എന്നിലും ഒന്നിക്കൽ ഫസ്റ്റ് ഓപ്ഷൻ വരണം അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ വരണം. ബേസിക്കലി തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഡി ഈസ് ദി ആൻസർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആവണം. റിപ്പോ റേറ്റ് എന്താണെന്നും അല്ലെങ്കിൽ മാർക്കറ്റ് റിപ്പോ, റിവേഴ്സ് റിപ്പോ, CRR, SLR അല്ലെ? ബാങ്ക് RBI ബൈ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു, അപ്പൊ എക്കണമിയിൽ എന്ത് സംഭവിക്കും? ഡോളർ റുപ്പി എക്സ്ചേഞ്ച് കാരണങ്ങൾ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് നിങ്ങളെ രണ്ടും ചെക്ക് ചെയ്യും. ഫാക്ച്വലും ചെക്ക് ചെയ്യും, കോൺസെപ്റ്റും ചെക്ക് ചെയ്യും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് PSC ഇടാറുണ്ട്. ഓക്കെ. ഞാൻ അത് ഇവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ. ബിക്കോസ് ക്ലാസ് നീണ്ടു പോകുന്നത് കൊണ്ട് ഞാനിത് അത് കൊടുത്തിട്ടില്ല. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. സം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളോട് ഒരുപാട് പേര് പറയുന്നുണ്ടാവും PSC കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല, ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കാണാപ്പാഠം പഠിക്കണം. ബട്ട് കോൺസെപ്റ്റ്വൽ ക്വസ്റ്റ്യൻസ് ഇപ്പം PSCയിലേക്ക് ഒരുപാട് വരുന്നുണ്ട്, കയറി വരുന്നുണ്ട്. അത് സത്യമാണ്. ഓക്കെ. പണ്ട് കാലങ്ങളിൽ ഓൾഡ് സ്കൂൾ ഓഫ് PSCയിൽ ഇതിനായിരുന്നു ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ന്യൂ മോഡ് ഓഫ് PSCയിൽ കോൺസെപ്റ്റ്വലിനാണ്, ന്യൂ സ്കൂൾ ഓഫ് PSCയിൽ കോൺസെപ്റ്റ്വലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബട്ട് ആക്ച്വലി രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബട്ട് ഗിവ് എ ലിറ്റിൽ ഇമ്പോർട്ടൻസ് മോർ ടു ദി കോൺസെപ്റ്റ്വൽ ക്വസ്റ്റ്യൻസ്.
ഓക്കെ, കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് കുറച്ച് കയറി ഇങ്ങോട്ട് വരുന്നുണ്ട്. അടുത്ത ഡിഗ്രി ലെവൽ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. വൺ തിങ്, നമ്മുടെ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ PSC ക്വസ്റ്റ്യൻസിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് ഫാക്ട് ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുണ്ട് ഹരി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് PSC ഓരോ വർഷം കഴിയുന്തോറും എക്സാമിന്റെ ക്വസ്റ്റ്യന്റെ ഫ്രഞ്ച് റവല്യൂഷൻ അവസാനം വന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു അല്ലെ? ആർക്കെങ്കിലും ചെയ്യാൻ പറ്റിയോ? അടുത്ത വർഷം എന്താണ് ഇതിനേക്കാൾ കടുപ്പമുള്ള ഫ്രഞ്ച് റവല്യൂഷന്റെ ക്വസ്റ്റ്യൻ വരും അല്ലെ? LSCS വന്ന ഫ്രഞ്ച് റവല്യൂഷന്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ക്വസ്റ്റ്യൻ അല്ലെ? സൂപ്പർ ക്വസ്റ്റ്യൻ അല്ലെ? അപ്പൊ അടുത്ത വർഷം ഇനി ഇതിനേക്കാൾ ഡിഫിക്കൽട്ട് ആവും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്രിപ്പറേഷനും നിങ്ങൾ കൊണ്ടുവരണം. ഓക്കെ, അതായത് ഡെപ്ത്നെസ് കൂട്ടണം. ഇത്രയും കാലം ചോദിച്ചിരുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ഏത് വർഷമാണ് അല്ലെ? തേർഡ് എസ്റ്റേറ്റിൽ ആരൊക്കെ ഉണ്ട്, സെക്കൻഡ് എസ്റ്റേറ്റിൽ ആരൊക്കെ ഉണ്ട് അല്ലെ? ലൂയി 16 ആരാണ് അല്ലെ? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞാൽ ആരാണ്? അതൊക്കെയായിരുന്നു ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിന്റെ റീസൺ എന്താണ്? ഫ്രഞ്ച് റവല്യൂഷൻ ഉണ്ടാകുന്നതിന്റെ റീസൺ എന്താണ്? വൈ ഇറ്റ് ഹാഡ് ഹാപ്പൻഡ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടി ചോദിക്കാൻ തുടങ്ങി. ഓക്കെ, സോ വേറൊരു കാര്യം കൂടിയുണ്ട്, കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കയറി വരുന്നുണ്ട് കേട്ടോ. കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. സോ നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലെ? ഹൗ ടു പ്രിപ്പയർ ഫോർ ദ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം 2022. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കേണ്ട. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ. ഓക്കെ, സ്റ്റിൽ യു ഹാവ് ടൈം, യു ഹാവ് 100 days. ഓക്കെ, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ആൻഡ് നിങ്ങൾ ഇനിയും പഠിക്കാൻ തയ്യാറാണെങ്കിൽ വേറെ ആമ്പിള്ളേർ കയറി പഠിച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അടിച്ചുകൊണ്ട് പോകും. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, വേറെ ആമ്പിള്ളേരൊക്കെ ഉണ്ട്. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷന്റെ സോഴ്സ്. ഓക്കെ, സോഴ്സിന്റെ PDF ഉടനടി ഇടാം. LSCSന്റെ സോഴ്സിന്റെ PDF ഇടാം. അത് ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. പക്ഷെ റീസൺ ഇടാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർക്ക് വരട്ടെ. ഫൈനൽ ആൻസർക്ക് വന്നിട്ട് അതിൽ എന്തെങ്കിലും ഞങ്ങൾ ഇട്ടതിൽ എന്തെങ്കിലും ഡിലീഷനും കാര്യങ്ങളൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളത് നോക്കി ചേഞ്ച് ചെയ്ത് ഇടാന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അത് ഇടാത്തത്. ഓക്കെ, കാര്യം ഒരുപാട് മിസ്റ്റേക്സ് വന്നാലോ, ഞങ്ങളത് നോക്കിയ സമയത്ത് ഒരുപാട് ഡിലീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേ ബി PSC ആ ക്വസ്റ്റ്യൻ ഇടുന്ന സമയത്ത് അത്രയും ഡിലീഷൻസ് വന്നിട്ടില്ലെങ്കിലോ? അപ്പൊ അതുകൊണ്ട് അതൊന്ന് പിടിച്ചു വെച്ചേക്കാണ്. അത് ആൻസർക്ക് വരുന്ന സമയത്ത് അത് ഞങ്ങൾ റിലീസ് ചെയ്യും. ഓക്കെ സാർ, ഇതിന്റെ റെക്കോർഡ് കിട്ടുമോ? ഡെഫിനറ്റ്ലി ഇതിന്റെ റെക്കോർഡും PDF ഗ്രൂപ്പിൽ ഇടാം ആഫ്റ്റർ ദിസ്. ഓക്കെ, ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഞാൻ ഇടാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്ലാസ് ദിസ് ഈസ് ഇനഫ്. ഓക്കെ, നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ഷുവർ, താങ്ക് യു. സോ ഞാനിവിടെ ക്ലാസ് കട്ടാക്കാണ് കേട്ടോ. ഒരുപാട് ക്ലാസ് കൂടിക്കഴിഞ്ഞാലും ആരും കാണാനും ഉണ്ടാവില്ല. സോ ഞാൻ ഇവിടെ ക്ലാസ് കട്ട് ചെയ്യാണ്. സോ താങ്ക് യു.